ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എളുപ്പത്തിലൊരു മോമോസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ മോമോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. അതിന് ഞാൻ എടുത്തേക്കുന്ന മൈദയാണ്. ഗോതമ്പ് വെച്ചിട്ടും ഉണ്ടാക്കാം. ഞാൻ മൈദയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. മൈദ ഇവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള കുരുവിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ സോയാ സോസ് വേണം, പിന്നെ കുറച്ച് കുരുമുളക് പൊടി വേണം, ഉപ്പ് വേണം, എണ്ണ വേണം, പിന്നെ ചെറു ചൂടുവെള്ളം വേണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ഈ ചിക്കൻ, ഞാൻ ബോൺലെസ് എവിടെ എടുത്തേക്കുന്നത്, ഈ ചിക്കൻ അരച്ചിട്ട് വരണം. അപ്പം നമ്മളെപ്പോഴും മോമോസ് ഉണ്ടാക്കാനായിട്ട് ബോൺലെസ് ചിക്കൻ എടുക്കണം. അപ്പം ഇത് അരച്ചിട്ട് വരാം. ഇപ്പോൾ ഇറച്ചി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നമുക്കിനകത്ത് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും ഇതെല്ലാം ഇതിനകത്തിട്ട് മിക്സ് ആക്കാം. പച്ചമുളക്, സവാള, മല്ലിയില, സ്പ്രിംഗ് ഓണിയൻ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കണം. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം, കുരുമുളക് പൊടി ചേർക്കണം, കുറച്ച് സോയാ സോസ് ചേർക്കണം, ഒരു ടീസ്പൂണോളം സോയാ സോസ് ചേർക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സാക്കി ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മൈദ കുഴച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ചെറു ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഒരു 1.5 ടീസ്പൂണോളം ഓയിൽ ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ഡോ ഇനി നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയതായിട്ട് പരത്തിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുക ചെയ്യേണ്ടത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇങ്ങനെ കുഞ്ഞായിട്ട് എടുത്തിട്ട് നമ്മൾ പൂരി പരത്തുന്ന പോലെ പരത്തിയെടുത്താലും മതി. ഞാനിപ്പം ഇവിടെ ഇത് വലുതായിട്ട് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഇതിനകത്ത് കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്കത് പരത്തിയെടുക്കാം. നമ്മൾ രണ്ടായിട്ട് എടുത്തിട്ട് ഇത് വലുതായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് കട്ടർ വെച്ചിട്ട് ഷേപ്പിനനുസരിച്ച് മുറിച്ചെടുക്കാം. നല്ല കനം കുറച്ച് പരത്തുമ്പോൾ ഇങ്ങനെ നമ്മൾ കനം കുറച്ച് പരത്തിയെടുക്കണം. ഇനി നമുക്കിത് കട്ടർ വെച്ചിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഏതെങ്കിലും ചോറ്റുപാത്രത്തിൻ്റെ അടപ്പോ അല്ലെങ്കിൽ കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ വെച്ചിട്ട് മുറിച്ചെടുക്കാം. ഞാൻ ഇപ്പം മുറിക്കുന്നത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഡപ്പയുടെ ഇത് വെച്ചിട്ട് മുറിച്ചെടുക്കണേ. ഇപ്പോൾ ഇത് ഞാൻ പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ചും കൂടെ ഇതുപോലെ പരത്തി കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ പരത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് മോമോസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓരോന്നെടുത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ്റെ മിക്സ് ഫില്ല് ചെയ്യണം. ഇത് ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിലുണ്ടാക്കാം. ഞാൻ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഞെറിവ് കൊടുത്ത് ഇങ്ങനെ അകത്തേക്ക് വരുത്തി എന്നിട്ട് ഇതിലേക്ക് കൊണ്ടുവന്ന് ഒട്ടിച്ച് ഇങ്ങനെ എടുക്കുക ചെയ്യണം. ഇത് ശരിക്കും ഒട്ടിയിരിക്കണമെന്ന് മാത്രം. ഏത് ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതേ ഷേപ്പിലാണ് ഒരെണ്ണം ഉണ്ടാക്കിയേക്കണേ. ഇനി ഒരെണ്ണം നമ്മൾ സാധാരണ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന രീതിയിൽ ഇതെടുത്തു. ഇതിനകത്തേക്ക് നമ്മൾ ഇതൊരു സ്പൂൺ എടുത്ത് ഫില്ല് ചെയ്തു. നമ്മൾ മൊത്തം വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി.
എന്നിട്ട് ജസ്റ്റ് ഇത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇതിങ്ങനെ ഒന്നാക്കി കൊടുക്കണം. ഇങ്ങനെ ഒന്നാക്കി കൊടുക്കണം. ഇനി വേറൊരു രീതി എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ തന്നെ എടുത്ത് ഒരു സ്പൂൺ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മൾ ഞെറിഞ്ഞ് കൊണ്ടുവരിക. ഇത് നമ്മളിങ്ങനെ മോൾ ഭാഗം ഇങ്ങനെ കൂട്ടി, നമ്മൾ ഈ കോഴിക്കോട്ടയൊക്കെ ഉണ്ടാക്കത്തില്ല അതുപോലെ നമ്മൾ മോൾ ഭാഗം ഇങ്ങനെ കൂട്ടി അതും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഇങ്ങനെയൊരു ഷേപ്പിലുണ്ടാക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുണ്ടാക്കാം. ഇത് ഏതാ നിങ്ങൾക്ക് എളുപ്പമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ മൊത്തത്തിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ തുമ്പ് മാത്രം നമ്മൾ ഇങ്ങനെ ജോയിൻ്റ് ആക്കാം. ഇതിങ്ങനെ അത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് ജോയിൻ്റ് ആക്കണം. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് മടക്കി കൊടുക്കണം, തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് സ്റ്റീം കയറുമ്പം ഈ ചിക്കൻ്റെ അകത്തുനിന്ന് ജ്യൂസി ആയിട്ട് വരും, അന്നേരം ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നല്ല ടൈറ്റായിട്ട് ഫില്ല് ചെയ്ത് വെക്കുന്നത്. പിന്നെ വയ്ക്കുക. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. നമുക്കപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ മോമോസ് എല്ലാം ഫില്ല് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കണം. ഞാൻ അപ്പച്ചമ്പ അടുപ്പത്ത് വെച്ചേക്കന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് ഓയിലൊന്ന് നമുക്ക് തൂത്ത് കൊടുക്കാം, ഈ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി. കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഓരോന്നും ഈ സ്റ്റീമറിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 20 മിനിറ്റ് ഇതിനകത്തിരുന്ന് വേവട്ടെ. ഇത് വേവണ നേരം കൊണ്ട് നമുക്ക് ഇതിന് ഈ മോമോസിൻ്റെ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മോമോസിൻ്റെ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് മല്ലിയില വേണം, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ വേണം, ഒരു നാരങ്ങയുടെ പകുതി വേണം, കുറച്ച് ഗാർലിക് പേസ്റ്റ് വേണം, ഒരു ഗ്രീൻ ചില്ലി വേണം, ഒരു 3-4 റെഡ് ചില്ലി വേണം. ഇത് കാശ്മീരി ചില്ലി അല്ല, ഇത് സാധാരണ ചില്ലിയാണ്, അപ്പം എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ 2 തക്കാളി വേണം, ഉപ്പ് വേണം, കുറച്ച് പഞ്ചസാര വേണം. ഇത്രയാണ് മോമോസിൻ്റെ ചട്നി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തക്കാളിയും ഈ റെഡ് ചില്ലിയും കൂടെ നമ്മൾ വേവിച്ചെടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ടൊമാറ്റോയും ഡ്രൈ റെഡ് ചില്ലിയും എങ്ങനെ വേവിച്ചെടുക്കണമെന്ന് നോക്കാം. ചുവന്ന മുളക് നമ്മൾ കുറച്ച് ആദ്യം പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു, അതിലേക്ക് ചുവന്ന മുളക് ഇടുക. തക്കാളിയുടെ ഈ ഞെടുപ്പ് കളഞ്ഞ് പയ്യെ ഒന്ന് നമ്മളൊന്ന് കീറിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് തിളച്ച് ജസ്റ്റ് അതൊന്ന് വെന്ത് വരട്ടെ. ഇത് ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ ഒരു തക്കാളിയും കൂടെ ഇടുക. മോമോസ് ഇവിടെ വെന്തോന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. തീ കുറച്ചിടാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഇവിടെ ഇതായിട്ടുണ്ട്. ഇതിൻ്റെ ആവി ഒന്ന് പോയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ തക്കാളി ഇവിടെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയെല്ലാം മാറ്റിയിട്ട് തക്കാളിയും മുളകും ഈ നമ്മൾ എടുത്ത് വെച്ച മല്ലിയിലയും മറ്റേ സ്പ്രിംഗ് ഓണിയനും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും പിന്നെ ഒരു ലെമൺ ജ്യൂസും ഒഴിച്ച് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ മോമോസിൻ്റെ ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.